ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സൂര്യ പുറത്തേക്ക് കൊണ്ടുപോകാൻ സൂര്യ ചികിത്സിക്കുന്ന വൈദ്യൻ പറഞ്ഞിരുന്നു. എന്നാൽ കൽപ്പനയ്ക്ക് താല്പര്യമില്ല. അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൽപ്പന അകത്തേക്ക് പോയ സമയം രാധിക വിഷമത്തോടെ നിൽക്കുന്നു. നിരാശയോടെ സൂര്യയും അവിടെ നിന്ന് പോകുന്നു. പത്മിനി കരഞ്ഞുകൊണ്ട് പറയുന്നു, പൊള്ളുന്ന മനസ്സോടെയാണ് അവൻ പോയത്. തളർന്നു പോയതിലല്ല, അവഗണിക്കപ്പെടുമ്പോഴാണ് അവൻ അത്രയ്ക്ക് വിഷമിക്കുന്നത്. പാവം എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് പത്മിനി കരയുമ്പോൾ തൊട്ടരികിൽ രാധിക നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് വരുൺ മുറ്റത്ത് നിൽക്കുകയാണ്. രാധികയും മുറ്റത്ത് നിന്ന് വരുണിനെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കുന്നുണ്ട്. വരുൺ അത് കാണുകയും ചെയ്യുന്നു. വരുൺ രാധികയുടെ അരികിലേക്ക് വന്നപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു ഞാൻ എത്ര നേരമായി നോക്കുന്നു എന്നറിയാമോ? അതൊരു അതിശയം തന്നെയാണല്ലോ, താൻ എന്നെ തിരക്കി നടക്കുന്നത് എന്തിനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വരുൺ ചോദിക്കുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് രാധിക പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ വരുൺ പറയുന്നുണ്ട്, കാത്തു നിന്നപ്പോൾ എനിക്കത് തോന്നി, ഇഷ്ടമാണെന്ന് പറയാനല്ലേ. എത്ര നാളായിട്ട് ഞാനിത് കേൾക്കാൻ കൊതിക്കുകയാണെന്ന് അറിയാമോ? പറയേ വേഗം പറയേ. ഇരിക്കട്ടെ, രാധിക പറയുന്നു, അതൊന്നുമല്ല, വേറൊരു കാര്യമാണ്. നമുക്കിടയിൽ മറ്റെന്ത് കാര്യം എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, വേണ്ട ഞാൻ പറയുന്നില്ല. അങ്ങനെ രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അവിടെ നിൽക്ക്, എന്തെങ്കിലും പറഞ്ഞാലുടൻ തന്നെ പിണങ്ങി പോകും. എന്താണെന്ന് വെച്ചാൽ പറയേ. മോള് പറയേ, ചേട്ടൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, അയ്യേ നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ എന്ന് രാധിക പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ വരുൺ ഒന്നുകൂടി പറയുന്നു, എൻ്റെ അമ്മോ, എന്താ ഇത്, ആകാശം ഇടിഞ്ഞ് താഴെ വീഴാൻ പോകുന്നെന്നോ? നമുക്ക് ഒന്നിച്ച് പുറത്തു പോകാന്നോ? ഇനിയിപ്പോൾ എന്താ നോക്കാനുള്ളത്? ഒരു കാര്യം ചെയ്യ്, 2-3 ദിവസത്തേക്കുള്ള സാധനങ്ങളും കൂടി എടുത്തോ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വിട്ട് പോവാന്നേ. ഇനി കുറേ കാലത്തേക്ക് തിരിച്ചു വരണമെന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നു, ഭ്രാന്തുണ്ടോ? നമ്മൾ 2 പേരും കൂടി കറങ്ങാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞത്, നമുക്ക് ഏട്ടനെയും കൊണ്ട് പുറത്തേക്ക് പോകണം. ഏട്ടനെയോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, അതേ, കുറച്ച് മുന്നേ വൈദ്യൻ വന്നിരുന്നു, ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഏട്ടനെയും കൊണ്ട് പുറത്തേക്ക് പോകണം, ഏട്ടൻ്റെ മനസ്സ് സന്തോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാവുന്ന പോകാമെന്ന് വെച്ചത്. പോകാൻ റെഡിയായതാ. പിന്നെ ഏട്ടത്തി എന്തോ ഒഴിവ് പറഞ്ഞു, ഏട്ടന് നല്ല വിഷമമായി. നമുക്ക് കൊണ്ടുപോയാലോ എന്ന് രാധിക. ഏട്ടനെ പുറത്ത് കൊണ്ടുപോകുന്നത് നല്ലതല്ലേ, പ്രത്യേകിച്ച് താൻ കൂടെ ഉണ്ടാകുമ്പോൾ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, പ്രിയങ്കയെ കൂട്ടാൻ പാടില്ലെന്ന് വരുൺ. അതെന്താ എന്ന് വരുൺ, അത് നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകുമല്ലേ, അവള് വന്നാൽ തർക്കങ്ങളും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. ആ യാത്രയുടെ ഉദ്ദേശം തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരാൾ എന്തിനാ കൂടെ? നമ്മൾ മാത്രം മതി, പിന്നെ ഏട്ടനും. എന്നാൽ ഞാൻ ഏട്ടനോട് റെഡിയാക്കാൻ പറയട്ടെ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, അല്ല, എവിടേക്കാ പോകുന്നത്? നമുക്ക് ബീച്ചിൽ പോകാം. അപ്പോൾ ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ബീച്ചാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു, ശരി, ബീച്ചിൽ പോകാം. അവിടെ ചെന്നിട്ട് എനിക്കും ചില പ്ലാനിങ് ഉണ്ടെന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിലേ ഞാൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഏട്ടത്തെയും കൊണ്ട് വിട്ടോളൂ. വേണ്ട, ഞാൻ അടങ്ങി ഒരുങ്ങി നിന്നോളാം എന്ന് വരുൺ. രാധിക അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് വരുൺ. എന്തായാലും രാധികയ്ക്കൊപ്പം ഒരു പുറത്തേക്ക് പോകാന്നൊക്കെ പറഞ്ഞതല്ലേ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പത്മിനിയോടും പരമേശ്വരനോടും ഒക്കെ കൽപ്പനയുടെ കാര്യമാണ് പറയുന്നത്. പത്മിനി പറയുന്നു, എല്ലാം ഒരു കാട്ടിക്കൂട്ടല, നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെയാണ് സൂര്യയുടെ കാര്യത്തിൽ നിൽക്കുന്നത്, എങ്കിലും അവൾക്കൊരു പ്രതീക്ഷയുമില്ല. ആരെയും കുറ്റം പറയണ്ട, മറ്റൊന്നുമില്ലെങ്കിലും സൂര്യയെ പരിചരിക്കാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും രാധിക ഉണ്ടല്ലോ ഇവിടെ, അതൊരു ഭാഗ്യം തന്നെ എന്നൊക്കെ പറയുന്നു. രാധിക റെഡിയായി ഇവിടേക്ക് വരികയാണ്. അച്ഛനിപ്പോൾ മോളെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന് പത്മിനി പറയുമ്പോൾ എന്തു പറഞ്ഞു എന്ന് ടെൻഷനോടെ രാധിക ചോദിക്കുന്നു. പേടിക്കേണ്ട കുട്ടി, തന്നെ കുറിച്ച് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. സൂര്യയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് വേദനിച്ചവരാണ്. അവരെ അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടും അവന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ വളർത്തിയതൊക്കെ മോള് തന്നെയാണ്. സൂര്യ റെഡിയാക്കി വരുണും ബൈജുവും അവിടേക്ക് വന്നു. അച്ഛാ, ഞങ്ങളെന്നാ പോയിട്ട് വരട്ടെ എന്ന് സൂര്യ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വൈദ്യൻ അങ്ങനെ പറയുന്നതിന്റെ ബാധ്യത തീർക്കാൻ നീ പോകുന്നതാണോ അതോ നിനക്ക് സന്തോഷമുണ്ടാകാൻ പോകുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ ചിരിക്കുകയാണ്. മുൻപാണ് അച്ഛൻ ആ ചോദ്യം ചോദിച്ചതെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞേനെ, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് തിരിച്ചു വരണം അച്ഛാ, എനിക്ക് പഴയതുപോലെ ആകണം. എൻ്റെ കൈ പിടിച്ച് നടത്താൻ എൻ്റെ പെങ്ങള്, എൻ്റെ അനുജത്തിയുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ വരുണും രാധികയും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. എന്നാ പിന്നെ നമുക്ക് താമസിക്കേണ്ട കാര്യമില്ലല്ലോ, പോകാം എന്ന് ബൈജു പറയുമ്പോൾ കൽപ്പനയും ഉർവശിയും അവിടെ എത്തി. ഇറങ്ങാൻ വരട്ടെ എന്ന് കൽപ്പന. ആരോട് ചോദിച്ചിട്ടാ സൂര്യയെ പുറത്ത് കൊണ്ടുപോകുന്നത്? ആരാ ഈ തീരുമാനമെടുത്തത്? ഏട്ടനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരോടാ പ്രത്യേകം അനുവാദം ചോദിക്കേണ്ടത് എന്ന് വരുൺ പറയുന്നു. ഞാൻ ഇതിനു മുന്നേയും ഏട്ടനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇത് കേട്ട് കൽപ്പന പറയുന്നു, ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂര്യയെ പുറത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനാര് ശ്രമിച്ചാലും എനിക്ക് തടയേണ്ടി വരും. തടയോ? നിന്നോട് സൂര്യയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറഞ്ഞതല്ലേ, അപ്പോൾ നീയല്ലേ പറഞ്ഞത് പറ്റില്ലെന്ന്? മോളെ, നീ പുറത്തു പോകുന്നതും പോകാതിരിക്കുന്നതും നിന്റെ സൗകര്യം.
വൈദ്യര് പറയുന്നത് നീയും കേട്ടതല്ലേ എന്ന് പറയുമ്പോൾ കൽപ്പന പറയുന്നു വൈദ്യൻ എങ്ങനെ പലതും പറയും. വൈദ്യന് ഇങ്ങനെ എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് തുള്ളിച്ചാടുവോ? ചുറ്റും നിൽക്കുന്നവർ അതിനെ സമ്മതിച്ചു കൊടുക്കുമോ എന്ന് പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു ഇങ്ങനെ ഒരു തർക്കത്തിന്റെ ആവശ്യം എന്താ? സൂര്യ ഇവളെന്തിനാ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇവളാരാ? ഈ കുടുംബത്തിൽ ഇവൾക്ക് എന്താ അധികാരം എന്ന് ഉർവശി പറയുമ്പോൾ സൂര്യ പറയുന്നു രാധിക ആരാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരണ്ട. എന്നും എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണ്. എന്നും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വന്നു കയറിയ ഇവൾക്കുള്ള വില പോലും എന്നെക്കുറിച്ച് ആർക്കും മനസ്സിലില്ല എന്ന് കൽപ്പന പറയുമ്പോൾ വരുൺ പറയുന്നു ഏട്ടത്തി നമ്മുടെ കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ട്. നന്മ ആര് ചെയ്താലും അത് അംഗീകരിക്കും. ഏട്ടത്തി ആരും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏട്ടത്തി നന്മ ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ സൂര്യ അതിനിപ്പോൾ ഞാൻ അത്രയും കൽപ്പന പറയുമ്പോൾ പരമേശ്വരൻ കൽപ്പന ഈ യാത്ര തടയാൻ നീ ശ്രമിക്കേണ്ട. പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോകും. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാം, മനസ്സിലായോ എന്ന് പറഞ്ഞു. കൽപ്പനയും ഉർവശിയും അകത്തേക്ക് പോകുന്നു. അതൊന്നും കാര്യമില്ലെന്ന് പരമേശ്വരൻ പറയുന്നുണ്ട്. അല്ലെങ്കിലും എന്ത് കാര്യത്തിനും കൽപ്പന എടുത്തിയുടെ വക ഒരു വെടിക്കെട്ടുള്ളതാണല്ലോ. ഇതും ആ ഗണത്തിൽപ്പെട്ടതാണെന്ന് ബിജു പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ വരുണും രാധികയും ബിജുവും സൂര്യയുമായി പോകുന്നു. ടെറസിൽ നിൽക്കുകയാണ് കൽപ്പന. അവിടേക്ക് ഉർവശി വന്നു. അവള് പിന്നെയും നിനക്ക് മുന്നേ നടന്നു അല്ലേ? അവൾക്കടുത്ത കൃഷ്ണഭക്തിയാണ്. അവളുടെ അച്ഛൻ കൃഷ്ണ പൂജ ചെയ്യുന്ന ആള്. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ പ്രത്യേക പൂജ ചെയ്യാതിരിക്കുമോ? ദേവനാരായണ തിരുമേനിയുടെ പൂജയ്ക്ക് മുന്നിൽ ദൈവം പ്രസാദിക്കാതിരിക്കുമോ? ഇതെല്ലാവരും കൂടി അറിഞ്ഞുള്ള കളിയാണ്. കണിമംഗലം കുടുംബത്തിന്റെ സമ്പത്ത് കണ്ട് മഞ്ഞളിച്ച് ദേവനാരായണൻ തിരുമേനി മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം സൂര്യയുടെയും കണിമംഗലത്തെ മറ്റുള്ളവരുടെയും മനസ്സ് മാറ്റാൻ ഏട്ടന് ഈസിയായിട്ട് പറ്റും. അതിനുള്ള കർമ്മകൾ അയാൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ രാധികയുടെ പരിചരണം കൊണ്ട് സൂര്യ എഴുന്നേറ്റ് നടന്നാൽ നിന്റെ സ്ഥാനം എന്താകും? എന്റെ സ്ഥാനത്തിനൊന്നും സംഭവിക്കില്ലെന്ന് കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് എന്നോട് വാശിക്ക് പലതും പറയാൻ പറ്റും. പക്ഷേ കണിമംഗലം പരമേശ്വരൻ മക്കൾക്ക് കൊടുക്കുന്ന വില നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ യാത്രയിൽ അപകടമുണ്ട്. രാധിക കണിമംഗലത്ത് പടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സകലരുടെയും മനസ്സിൽ ചെറിയമ്മേ അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ അവഗണിച്ച് അവൾ സൂര്യൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നൊക്കെ കൽപ്പന പറയുന്നു. എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും നാളും ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ കണിമംഗലത്ത് കാവൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കണിമംഗലത്തിന്റെ മഹാറാണിയാവാനാണ്. അതിനുള്ള തടസ്സം ഏത് രൂപത്തിൽ വന്നാലും അതിനെ തട്ടി നീക്കാൻ ഈ കൽപ്പനയ്ക്ക് നന്നായിട്ടറിയാം. രാധിക ഇനി തല പൊക്കില്ല. രാധികയ്ക്ക് വേണ്ടി തലയുയർത്തി ഇനി ആരും സംസാരിക്കില്ല. കൽപ്പനയാണ് പറയുന്നത് എന്നും കൽപ്പന പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ബീച്ചിൽ വരുണും രാധികയും ബിജുവും കൂടി സൂര്യയുമായി ബീച്ചിലെത്തിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ സൂര്യ ആ കാഴ്ച കാണുന്നുണ്ട്. തൊട്ടരികിൽ നിൽക്കുന്ന രാധികയുടെ തോളിൽ കൈയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വരുൺ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കൈതട്ടി മാറ്റുകയാണ് രാധിക. സത്യം പറഞ്ഞാൽ പുറം കാഴ്ചകൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെന്താണ് പറയാത്തത് എന്ന് വെച്ചാൽ ഒരുപാട് സമയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. ഓ അത് വലിയ കാര്യമായി പോയി. ഏട്ടനെ എവിടെ കൊണ്ടുപോകാനും എനിക്കൊരു പ്രശ്നമില്ലെന്ന് വരുൺ പറയുമ്പോൾ നീ കൊണ്ടുപോകും. പിന്നെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് സൂര്യ. ഇനിയിപ്പോൾ അടുത്ത് തന്നെ വീൽ ചെയർ ഒന്നും ഇല്ലാതെ നമ്മളിവിടെ വരും. അന്ന് ഇരിക്കുകയല്ല നടക്കുകയായിരിക്കും എന്ന് രാധിക പറയുന്നു. അങ്ങനെ അവരെല്ലാം സംസാരിച്ച് നിൽക്കുന്നു. അതുവഴി ബീച്ചിലേക്ക് ഇറങ്ങാം. നിങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലും. ഞാൻ കുറയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ബിജു പോകുന്നു. വരുണും രാധികയുമാണ് ഇപ്പോൾ സൂര്യയും കൊണ്ടുപോകുന്നത്. അതിനിടയിൽ രാധികയുടെ കയ്യിൽ പിടിക്കുകയാണ് വരുൺ. ശബ്ദം കേൾക്കാത്തത് കൊണ്ട് തന്നെ സൂര്യ ചോദിക്കുന്നു ഇതെന്താ പെട്ടെന്ന് രണ്ടുപേരും മിണ്ടാതായത് എന്ന്. തുടർന്ന് അവർ ബീച്ചിൽ നിൽക്കുകയാണ്. അതേസമയം ഒരു കാറിൽ കൽപ്പന അവിടെ എത്തിയിരിക്കുന്നു. സൂര്യയൊക്കെ നോക്കുകയാണ്. അവിടെ നിന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട്. കൽപ്പന കുറെ ദൂരം നടന്നിങ്ങ് വന്നു. ആ സമയത്താണ് അവർ 3 പേരും അവിടെ അങ്ങനെ നിൽക്കുന്നത് കൽപ്പന കാണുന്നത്. കൽപ്പന പെട്ടെന്ന് അവർ കാണാതെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അല്പം മാറി നിൽക്കുന്നു. ബിജുവും അവരുടെ അടുത്തേക്ക് കപ്പലണ്ടിയുമായി വന്നിരിക്കുന്നു. ഏട്ടനിപ്പോൾ ചെറുതായിട്ടെങ്കിലും കാൽ അനക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് രാധിക ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നു ഉള്ളിൽ ചെറുതായിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അനക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും വൈദ്യൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് കാൽ അനക്കണമെന്ന്. നമുക്ക് അങ്ങനെ ഒന്ന് നടന്നു നോക്കിയാലോ എന്ന് ചോദിച്ചു. നീ എന്ത് മണ്ടത്തരമായി പറയുന്നത് എന്ന് സൂര്യ പറയുമ്പോൾ രാധിക പറയുന്നു മണ്ടത്തരമല്ല, നമുക്ക് നടന്നു നോക്കിയാലോ ഏട്ടാ, ഞങ്ങൾ പിടിച്ചോളാന്നേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി സൂര്യ എഴുന്നേൽപ്പിച്ച് നടത്തിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സൂര്യ. എന്നാലും നിർബന്ധിച്ച് 3 പേരും കൂടി നടത്തിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതും കൽപ്പന കാണുന്നു. അവരെഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഇനിയും നടത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നു. അങ്ങനെ വീണ്ടും അവർ വീൽ ചെയറിലേക്ക് ഇരുത്തി. കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ, ഇനിയിപ്പോൾ എങ്ങനെ ശരിയാവും, നടക്കും ഓടും എന്നൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ എന്ന് സൂര്യ പറയുമ്പോൾ രാധിക പറയുന്നു തുടങ്ങി. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്?
ഏട്ടൻ നോക്കിക്കോ, ഏട്ടന്റെ കാലിന്റെ സ്വാധീനം തിരിച്ചു വന്നില്ലെങ്കിൽ ഭഗവാനോട് പറഞ്ഞ് ഞാൻ ഈ കടലിലേക്ക് ചാടുമെന്ന് പറയുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, അയാളും അയാളുടെ ഭഗവാനും തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണെന്ന് വരുൺ. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു പ്രത്യേക സിദ്ധി വേണമെന്ന് ബിജു പറയുന്നു. ഇങ്ങനെ തിരയടിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കണമെന്ന് സൂര്യ പറയുമ്പോൾ ഏട്ടനെ പാട്ട് കേൾക്കണോ എന്ന് വരുൺ ചോദിക്കുന്നു. മോളെ രാധികയെ, മോള് നന്നായിട്ട് പാടുമല്ലോ, ഏട്ടൻ ഇതുവരെ മോളുടെ പാട്ട് കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആരാ ഈ കക്ഷി? എത്ര വലിയ മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടി പാടിയിട്ടുണ്ടെന്ന് അറിയാമോ? പാടി തുടങ്ങിയാൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. എല്ലാവരും കൂടി രാധികയെ പാടാനായി നിർബന്ധിക്കുകയാണ്. അങ്ങനെ രാധിക പാടാൻ തുടങ്ങുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.